ഒരു പെരുമഴ പെയ്തു തുറന്ന സമാധാനമുണ്ട്. ഈ വീട്ടിലിങ്ങനെ ഒച്ചയനക്കം ഇല്ലാതെ ഒരു 10 മിനിറ്റ് ചരിത്രത്തിലുണ്ടായിട്ടില്ല. വന്നല്ലോ, ഇരിക്കാം, കാപ്പി കുടിക്കാം. എന്താണ്? ഓ, എനിക്ക് കാപ്പി വേണ്ട. അതും എഴുതിക്കൊണ്ടിരിക്കും പോന്നോ. ഇങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കാണിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് കടലാസ് വേണ്ടി വരും. ഇത് ഈ കടലാസ് ഞാൻ എന്റെ മോളര അച്ഛൻ വാങ്ങിയതാണോന്നോ? അല്ല. പോണോ? കാപ്പി വേടാൻ തീരുമാനിച്ചു. അപ്പൊ വെച്ചുക്കുമ്പോ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കഴിച്ചോളാം. ശരി, നടക്കട്ടെ. സാറേ, സാറേ, ഉത്തമനാണ്. ഉത്തമനോട് സംസാരിക്കാമോ? എന്താണ്? ലാസ്റ്റത്തെ ലൈൻ മാത്രം. ഇനി ഈ വീട്ടിൽ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോ ഇവിടെ വെച്ച് ഉത്തമനോടും മിണ്ടൂല. ഗംഭീരമായിരിക്കും. സാറേ, 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 ഒരു ഉഗ്ര കോൾ വന്നിട്ടുണ്ട്. സാറേ, സാറേ, ഇതെവിടെ പോയി കിടക്കുന്നു? സാറിവിടെ ഉണ്ടായിരുന്നല്ലേ? സാറേ, നമ്മളത് പോയി കണ്ട വീടില്ലേ, ആ പുഷ്കറിന്റെ ബേക്കറിയുടെ തെക്ക് വശത്തിരിക്കുന്ന വീട്, അത് സാറിന് കിട്ടാനുള്ള സകല സാധ്യതയുണ്ട്. ഞാനിപ്പോ പുഷ്കറിനെ കണ്ടിട്ട് വരുന്നതേ ഉള്ളൂ. എന്തു വെച്ചു സാറേ? സാറേ, പുഷ്കറിനെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, അന്ന് നമ്മൾ പറഞ്ഞതിലും കൂടുതൽ വില പറഞ്ഞ ഒരു ഹോമിയോ ഡോക്ടറല്ലേ, അയാൾക്ക് വീട് വേണ്ടെന്ന് പറഞ്ഞോണ്ട് പോയി. ഇനിയിപ്പോ ആ വീട് സാറിന് കിട്ടാനാണ് സാധ്യത. എന്തോന്ന് പറ്റി സാറേ? സാറേ, വക്കില്ല, വെറുതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല. സാറ് മിണ്ടൂല. മിണ്ടൂലേ? ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് നല്ലതല്ല എന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അതോടെ സാറ് സംസാരിക്കേയില്ല എന്ന് തീരുമാനിച്ചു. ഒന്നെങ്കിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ച്. അല്ല, ഈ മിണ്ടില്ല എന്ന് പറഞ്ഞ എത്ര നാളത്തേക്കാണ് സാറേ? ഞാൻ മാപ്പ് പറയുന്നവരെ. വെറുതെ ബഹളം ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞു പോയത് ഒരു ക്രിമിനൽ കുറ്റമാണല്ലോ. അപ്പൊ മാപ്പ് പറഞ്ഞാലേ പ്രശ്നം തീരും. പക്ഷെ ഉത്തമ, ഞാൻ ഈ സത്യഭാമ മാപ്പ് പറഞ്ഞിട്ട് മോഹനേഷ് സാറ് മിണ്ടിയത് തന്നെ. സാറേ, സാറിന് ഇത് എന്തിന്റെ കേടാണ്? ഒരു വീട്ടിൽ അതും ഭാര്യയും ഭർത്താവും മിണ്ടാതെ എത്ര സമയം എന്ന് പറഞ്ഞിട്ടിരിക്കും? ഇത് വക്കീല് പറഞ്ഞ തന്നെ കാര്യം. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഇതെന്തോ സാറെ കാണിക്കുന്നത് ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലായില്ല. സാർ വാദം എന്തേലും പറ. ഇതെന്തോ വക്കീല് സാർ പറഞ്ഞേ? വീട് നോക്കാൻ വൈകുന്നേരം പോവാന്ന്. എന്റെ സാറ് വൈകുന്നേരം വരെ നിൽക്കണോ? ഇതിന്റെ ഇടയിൽ ആരെങ്കിലും കൊണ്ട് അഡ്വാൻസ് എടുത്തു കഴിഞ്ഞാൽ വീട് നമ്മളെ കയ്യിൽ നിന്ന് പോകൂലേ? അതിനു മുന്നേ ആരെങ്കിലും കൊണ്ടുപോയാൽ അങ്ങ് പോട്ടെ. പക്ഷെ സാറ് ആഫീസ് പോകുന്ന വഴി അയാൾക്കൊരു ടോക്കൺ അഡ്വാൻസ് കൊടുക്കുന്നതല്ലേ നല്ലത്? മണി 9 ഇനി അഡ്വാൻസ് കൊടുത്തുകൊണ്ട് നിന്നാൽ സമയത്ത് ഓഫീസിലെത്താൻ പറ്റൂല. അല്ല, ഈ വക്കീൽ ഇതെങ്ങനെ മനസ്സിലായി ഇങ്ങനെ കൃത്യമായിട്ട് ഓഫീസിൽ പോകാൻ പറ്റൂല? എങ്ങനെ? കൊല്ലം 3-4 ഉത്തമ ഈ സാറിനോട് കഴിയാൻ തുടങ്ങിയിട്ട്. നമ്മളിപ്പോ വീട്ടില് ഒരു പട്ടിയോ പൂച്ചയോ പശുവിനെയോ പോത്തിനെയോ വളർത്തുന്നു എന്ന് കരുതുക. അവരെന്തെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുന്നത്? പ്രകോപിപ്പിക്കാൻ നോക്കല്ലേ സത്യമാമേ, പ്രകോപിപ്പിക്കാൻ നോക്കല്ലേ. ഞാനാണിപ്പോ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും സാറ് മുന്തൂലാന്ന്. എന്നോട് നല്ല പരിചയമുള്ള ശബ്ദമാണ് സാറേ. ആഹാ, സാർ ഇതുവരെ ഓഫീസിൽ പോയില്ലേ? എന്തു പറ്റി? കൃത്യം 10 മണിയാവുമ്പോ ആ പെട്ടിക്കടയും തുറന്നു വെച്ച് വരുമാന സർട്ടിഫിക്കറ്റ് വിൽക്കാനുള്ളതല്ലേ സാറേ? ഇങ്ങോട്ട് ഞാൻ ഇവിടെ പോകുന്ന വഴിക്ക് സുമാരൻ കള്ളി ഷാപ്പ് തുറന്നു. ഉടനെ അവിടെ കയറി നല്ല കിടുക്കൻ 2 കുപ്പി അങ്ങ് വീശി.
കഴിഞ്ഞപ്പോ സാറിന് ഒന്നുകൂടി ഒന്ന് കാണണമെന്ന് തോന്നി. എടാ വില്ലേജ് ഓഫീസർ തെണ്ടി, താൻ സർട്ടിഫിക്കറ്റ് തന്നില്ല എന്ന് വെച്ച് ഞാൻ കട തുടങ്ങുന്നില്ലെന്ന് വിചാരിച്ചോ? എടാ എരപ്പ, ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് കരുതി ലോൺ കിട്ടില്ല എന്നല്ലേ ഉള്ളൂ. എനിക്ക് ആ 15 സെന്റ് സ്ഥലം വിൽക്കാൻ വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് വേണ്ട. എടാ അലവലാതി, ഞാൻ ആ സ്ഥലം വിറ്റ് ആ കാശ് കൊണ്ട് കട തുടങ്ങി ബാക്കിയുള്ള കാശ് കൊണ്ട് സുകുമാരന്റെ ഷാപ്പിൽ നിന്ന് വയറേ കള്ളും കുടിച്ച് ഒന്നുകൂടി ഇങ്ങോട്ട് വരും. അപ്പോഴും നീ ഇങ്ങനെ കെട്ടിയുള്ളതും കൂട്ടി അവിടെ ആ വരാന്തെ മിണ്ടാതെ നിൽക്കും. കാരണം നിനക്ക് എന്നോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അത് കഴിഞ്ഞ് നീ നിന്റെ അച്ഛന് ശ്രീധരൻ കിട്ടിയ വില്ലേജ് ഓഫീസിലേക്ക് വരും. അവിടെ ഞാൻ വരും. പരസ്യമായിട്ട് അവിടെ വെച്ച് ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിച്ച് നിന്നെ നാണം കെടുത്തിട്ടേ പോവൂ. നീ കുറച്ചു നേരം ഇവിടെ നിന്ന് വലിയ വായിൽ വാചടിക്കുന്നു. ഞാൻ ആരാണെന്ന് കരുതി? ഇനി ഇവിടെ നിന്ന് വാതുറന്നൊരു അക്ഷരം വേണ്ടി ആ അട്ടിച്ചിന്റെ ക്ഷേപ്യ മറ്റുകളെ കണ്ണുകൂടിയാ. നീ ഈ ജന്മം മുഴുവൻ തപസ് ചെയ്താലും നിനക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് തന്നെ പ്രശ്നമില്ല. അഹങ്കാരി. പിന്നെ നീ എന്താ പറഞ്ഞത്? നീ ആ സ്ഥലം വെക്കുമെന്നോ? വിറ്റ് നീ കട തുടങ്ങുമെന്നോ? ബാക്കി കാശിന് കള്ളും കുടിച്ച് ഇവിടെ വന്നു നിന്ന് എന്നെ തെറി പറയുന്നു. എങ്ങനെ പറയും? നീ ആ ഭൂമി വിൽക്കണമെങ്കിൽ കുറച്ച് പാടുപെടും. ആ ഭൂമി വാങ്ങാൻ വരുന്നവരാരായാലും അവരോട് ഞാൻ പറയും, 2 സർവേ നമ്പറിൽ കിടക്കുന്ന ആ ഭൂമി വാങ്ങിയാൽ അത് പോക്കുവരവ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ലെന്ന്. പിന്നെ ബോധമുള്ള ആരെങ്കിലും അത് വാങ്ങൂ. ഇനി ഒരു നിമിഷം കൂടി നീ ഇവിടെ നിന്നാ ഞാൻ പോലീസിൽ വിളിക്കും. വില്ലേജ് ഓഫീസറെ വീട്ടിൽ കയറി ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് നിന്നെ ലോക്കപ്പിൽ കയറ്റി ഗീവർഗീസിനെ കൊണ്ട് ഇടിപ്പിച്ച് നിന്റെ നട്ടലും നിന്റെ കയ്യും കാലും ഒക്കെ ചവിട്ടി കൂട്ടി ഇടിച്ച് നിന്നെ ഒരൊറ്റ. അത് കഴിഞ്ഞ് നീ മുട്ടുകാലഴിഞ്ഞ് ഇതുവഴി പോകുമ്പോ ഞാനിവിടെ ഈ വരാന്ത തന്നെ ഞാനും എന്റെ പെണ്ണുമ്പിളോടെ നിൽക്കും. മനസ്സിലാണോ നിനക്ക്? ധൈര്യം ഉണ്ടെങ്കിൽ നീ വാ തുറന്ന് ഒരു അക്ഷരോടെ മിണ്ടാ മിണ്ടാ എടാ മിണ്ടാ. എന്താണ് മിടിച്ചു നോക്കി നിൽക്കുന്നത്? ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സാറേ, പുഷ്കരന്റെ ബേക്കറിയുടെ തെക്ക് വശത്തുള്ള വീട് എനിക്ക് വേണ്ട. നീ എന്താ പറഞ്ഞത്? ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നോ? അല്ല സോറി, അതെന്റെ ഒരു മിസ്റ്റേക്കാ. കണക്കൂട്ടിൽ തെറ്റിയുണ്ടാ. സത്യത്തിൽ പറയേണ്ടത് ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിലും ആശാന്റെ നെഞ്ചത്ത് തന്നെ എന്നായിരിക്കണമായിരുന്നു. ഞാൻ എന്നാ പൊക്കോട്ടെ. പിന്നെ വക്കീലേ, ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് ഒന്ന് ശ്രമിച്ചു നോക്കണേ. അതിനിപ്പോ വക്കീലിനേക്കാൾ യോഗ്യതയുള്ള ഭൂമി മലയാളത്തിൽ വേറൊരാളില്ല. പോയി 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 ഉത്തമ പോയി. എന്താണ് നോക്കിക്കുന്നത്? പോയി കാപ്പി എടുത്ത് നോക്കിയേ. അപ്പൊ കാപ്പി വേണ്ടെന്ന് എഴുതി കാണിച്ചത്? അതപ്പോ എഴുതി കാണിച്ചത് ഇപ്പൊ പറയുന്നു. കാപ്പി എടുത്ത് നോക്കിയേ. കാപ്പിയൊക്കെ തരാം, പക്ഷെ ഒന്ന് ഒതുങ്ങപ്പ. ഇങ്ങനെ വയലിനായിട്ട് കാപ്പി കുടിച്ചാൽ നെഞ്ചു കൊടുക്കും. എന്റെ വില്ലേജ് ഓഫീസറെ, ഈ ലോകത്ത് വേറെ ആർക്കും മിണ്ടാതിരിക്കാൻ പറ്റിയാലും എന്റെ മോഹനേട്ടൻ അത് പറ്റുമോ? നാട്ടിലെ നമ്മുടെ ജീവൻ നിലനിർത്തുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാനാണ് നാക്ക്. ആദ്യം തോമസ് കൂട്ടി വന്നപ്പോ ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഗോപിനാഥന്റെ എന്നാലും ഒന്ന് ശ്രമിക്കില്ല. എന്നോടൊരു ഇഷ്ടം കൊണ്ടൊന്ന് വിചാരിക്കില്ല. കാപ്പി കുടിച്ചാലില്ല. കാപ്പി കുടിക്കാം. എന്നാ വാ. ഇതാണ് മോഹനകൃഷ്ണന്റെ സ്വഭാവം. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിലും ആശാന്റെ നെഞ്ചത്ത്. ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കില്ലെന്നോ ഞാൻ ഇന്ന് വെള്ളം കുടിക്കില്ല എന്നോ
വേണ്ടി വന്നാൽ ഞാൻ ഇന്ന് ശ്വാസം വിടില്ല എന്നോ മോഹനകൃഷ്ണൻ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിച്ചേനെ. പക്ഷേ ഞാൻ ഇന്ന് മിണ്ടില്ല എന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞാൽ അത് ബുദ്ധിയുള്ളവരാരും മുഖവിലക്കെടുക്കില്ല. അങ്ങനെ സംസാരിച്ച് ജീവിക്കുന്ന മോഹനകൃഷ്ണന്റെ പുതിയ സാഹസത്തിന്റെ കഥയുമായി കാര്യം നിസാരം നാളെ രാത്രി 9 മണിക്ക്.